നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മാനസികമായി ഞാൻ ആകെ തളർന്നു സ്വാതി. ആകെയുള്ളത് നീ കൂടെ ഉണ്ടെന്നുള്ളൊരു ആശ്വാസം മാത്രമാ. നീ എന്നോട് ഇങ്ങനെ പെരുമാറിയ ഞാൻ എന്ത് ചെയ്യും? നിന്റെ കൂടെ അല്പം ഒന്നിരുന്ന് മനസ്സൊന്ന് റിലാക്സ് ആവും. അമ്മുവിന്റെ ശല്യം ഉണ്ടാവരുതെന്ന് കരുതിയാ ലേറ്റായി ഞാൻ വന്നത് തന്നെ. സഞ്ജു എത്ര ലേറ്റ് ആയാലും അവൾ ഉറങ്ങാതെ കാത്തിരിക്കുമെന്ന് ഇന്ന് മനസ്സിലായില്ലേ? ദേ, ഞാനൊന്നും കഴിക്കാതെ വന്നത്. നല്ല വിശപ്പുണ്ട്. നീയൊന്നും കഴിച്ചില്ലല്ലോ. നീ വാ, അവളിനി വരില്ല. ഉറപ്പാണോ? എനിക്കതില് ഉറപ്പില്ലാത്തതുകൊണ്ട് ചോദിക്കോ? ഉറപ്പ്. ഇപ്പൊ സഞ്ജുവിന്റെ ഉറപ്പ് എവിടെ പോയി? അവള് വന്നുവല്ലേ? ഗുഡ് നൈറ്റ്. എന്താ? ഞാൻ വന്നത് സഞ്ജുവേട്ടന് ഇഷ്ടമായില്ലെന്ന് എനിക്കറിയാം. അറിഞ്ഞു വെച്ചിട്ട് പിന്നെന്തിനാ വന്നത്? സഞ്ജുവേട്ടൻ അത്താഴം കഴിക്കാൻ വാ. ഒന്നും കഴിക്കാതല്ലേ വന്നത്? നീ ചെല്ല്, എനിക്ക് വിശപ്പില്ല. എന്നോടുള്ള ദേഷ്യം കൊണ്ട് പട്ടിണി കിടക്കരുത്. ഇത് വലിയ ശല്യായല്ലോ. മനുഷ്യനും സ്വൈര്യം തരില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യാ? മതി, നിർത്ത. ഞാൻ കരയാൻ വേണ്ടി പറഞ്ഞതല്ല. ഊണ് കൊടുത്തു വിട്ടത് എന്റെ തെറ്റായി പോയി. എനിക്കത് അറിയാൻ പാടില്ലായിരുന്നു. സഞ്ജുവേട്ടൻ നല്ല ഭക്ഷണം കഴിക്കട്ടെ എന്ന് കരുതി ഞാൻ ചെയ്തു പോയതാ. ഇനി ഞാനത് ആവർത്തിക്കില്ല. ശരി ശരി, പോട്ടെ. എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ കാരണം ഇന്ത്യയിൽ ഇഷ്ടക്കേട് തോന്നിയ സഞ്ജുവേട്ടൻ എന്നോട് ദേഷ്യപ്പെടല്ലേ. ഞാൻ ആരോരുമില്ലാത്തവള. എനിക്ക് ആശ്രയമായി സഞ്ജുവേട്ടൻ മാത്രമേ ഉള്ളൂ. സഞ്ജുവേട്ടൻ ദേഷ്യപ്പെട്ട എനിക്കത് താങ്ങാനാവില്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത സഞ്ജുവേട്ടൻ സമാധാനത്തോടെ അത് തിരുത്തി തന്നാ മതി. പിന്നെ ഞാനത് ആവർത്തിക്കില്ല. സോറി, ഓഫീസിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ദേഷ്യത്തില് നിന്നോട് ഞാൻ കുറച്ച് പരുഷമായിട്ട് സംസാരിച്ചു പോയി. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴല്ലേ എനിക്ക് സഞ്ജുവേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരാളാവാൻ പറ്റൂ. ഇനി അങ്ങനെ ചെയ്യാം. ഇപ്പൊ നീ ചെല്ല്. സഞ്ജുവേട്ടൻ എന്തെങ്കിലും കുറച്ച് കഴിക്കാൻ വാ. എന്റെ വിശപ്പൊക്കെ പോയി. അതുപോലെ നല്ല ക്ഷീണമുണ്ട്. നീ ചെല്ല്. ചെല്ല് ലച്ചു, എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.